+1 സീറ്റ് പ്രതിസന്ധി ഇല്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ പറ്റില്ലെന്നും വൻ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നതെന്നും സീറ്റ് പ്രതിസന്ധി തീർക്കാൻ ശക്തമായ പ്രക്ഷോഭം വേണ്ടിവരുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പറഞ്ഞറിഞ്ഞൂടാ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അറിയാത്ത ആരുമില്ല. കാരണം അത്രയധികം ആയിരക്കണക്കിന് സീറ്റുകളല്ലേ കുറവ്. എന്നിട്ട് പ്രതിസന്ധി ഇല്ല എന്ന് കണ്ണടച്ചങ്ങ് ഇരുട്ടാക്കിയേ പറ്റുമോ? അത് ശരിയല്ല. വലിയ പ്രതിസന്ധിയാണ്, ചെറിയ പ്രതിസന്ധിയല്ല, വൻ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് +2 ബാച്ചുകൾ ഈ തവണ ഇല്ല എന്ന് കൊടുക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും ന്യായമല്ല, ശരിയല്ല. അദ്ദേഹത്തെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. പക്ഷേ അത് തന്നെ അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം തന്നെ വേണ്ടി വരും. പഠിക്കുക എന്നുള്ളത് കുട്ടികളുടെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല, അവകാശമാണ്. അതിന് സീറ്റുകൾ ഗവൺമെന്റ് കൊടുത്തേ പറ്റുള്ളൂ. ആ പ്രശ്നം ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കും. അത് നിലപാട് തീർച്ചയായിട്ടും തിരുത്തണം. ഇക്കാര്യത്തിൽ നിലപാട് തിരുത്തണം. കാരണം അധികം ബാച്ചുകൾ കൊടുത്തേ പറ്റുള്ളൂ. അത്ര അധികം കുട്ടികളാണ് പാസ്സായി നിൽക്കുന്നത്. അവരൊക്കെ ഒന്നും ഇല്ലാതാവൂലേ? അവരെ ഭാവി ഉറപ്പുവരുത്തി ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ലേ? ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇതിനൊന്നും വലിയ കാമ്പില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം. കാമ്പുണ്ടോ ഇല്ല എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി. മീഡിയക്ക് ഇവിടെ പരിശോധിക്കാമല്ലോ. എത്ര കുട്ടികൾ പാസ്സായി, എത്ര കുട്ടികൾക്ക് A+ ഉണ്ട്, എത്ര അവർക്ക് സീറ്റ് അവൈലബിൾ ആണ്, ഇപ്പോൾ ഉള്ള ബാച്ചുകളിൽ എത്ര കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഒന്നാണ് പരിശോധിച്ചാൽ മതിയല്ലോ. ആർക്കാ ഇതിൽ സംശയം? ആർക്കും ഒരു സംശയം ആ കാര്യത്തിലില്ല. പ്രതിസന്ധി ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ആയിരക്കണക്കിന് സീറ്റുകളാണ് കുറവുള്ളത്. പ്രതിസന്ധി ഇല്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റില്ല. വൻ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. മന്ത്രിയുടെ പ്രസ്താവനയും ന്യായമല്ല. അധിക ബാച്ചിനായി ശക്തമായ പ്രക്ഷോഭം തന്നെ നടത്തേണ്ടി വരുമെന്നും PK കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. അധിക ബാച്ചുകൾ വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്. അവകാശം നേടിയെടുക്കാൻ വേണ്ടി പ്രക്ഷോഭമാണ് മാർഗം. സമരത്തിന് പ്രതിപക്ഷം മാത്രമായിരിക്കില്ല, സർക്കാരിന്റെ നിസ്സംഗത ഭാഗത്ത് ഗൗരവമായി തന്നെയാണ് ലീഗ് കാണുന്നതെന്നും എല്ലാ വർഷവും സമരം നടത്തി സീറ്റ് നേടിയെടുക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് ഗവൺമെന്റ് ചിന്തിക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.